ഏതൊരു നാട്ടിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൽ അടിസ്ഥാനമാണ് അവിടുത്തെ കൃഷിരീതികളും കാർഷിക വിഭവങ്ങളും. ഈ വീഡിയോ ജമ്മു കാശ്മീരിലെ കൃഷികളെയും കാർഷിക വിഭവങ്ങളെയും പറ്റിയുള്ളതാണ്. നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടോ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കശ്മീരിൻ്റെ തനതായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും വൈവിധ്യമാർന്ന കൃഷിക്ക് അനുയോജ്യമാണ്. കശ്മീരിലെ പ്രധാന കൃഷിവിളകളും കൃഷിരീതികളും നമുക്കൊന്ന് നോക്കാം. ആദ്യം കുങ്കുമം. കശ്മീർ കുങ്കുമ കൃഷിക്ക് വളരെ പ്രസിദ്ധമാണ്, പ്രത്യേകിച്ച് പമ്പോർ പ്രദേശത്ത്. ഇത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ മസാല വിളകളിൽ ഒന്നാണ്. തണുപ്പേറിയ കാലാവസ്ഥയും നല്ല ജലസേചനവും കുങ്കുമത്തിന് അനുയോജ്യമാണ്. കുങ്കുമം കൃഷി സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമാണ്. ഇനി അടുത്തത് നെല്ല്. കശ്മീർ താഴ്വരയിൽ നെല്ല് പ്രധാന ഭക്ഷ്യവിളയാണ്. വർഷത്തിൽ ഒരു വിളവെടുപ്പ് മാത്രമാണ് സാധാരണയായി നടക്കുന്നത്. അതിൻ്റെ കാരണം കഠിനമായ തണുപ്പ് കൊണ്ടാണ്. മുഷ്ക് ഭുജി എന്നത് കശ്മീരിൻ്റെ തനതായ നെല്ലിനമാണ്. ഇതിന് ഉയർന്ന വിപണി മൂല്യമാണ് ഉള്ളത്. അടുത്തത് ലാവൻഡർ. ജമ്മു കാശ്മീരിൽ ലാവൻഡർ കൃഷി വൻതോതിൽ വ്യാപിക്കുന്നു, പ്രത്യേകിച്ച് 411 ഹെക്ടർ ഭൂമിയിൽ. ഇത് സുഗന്ധതൈല ഉൽപ്പാദനത്തിനും ടൂറിസം പ്രോത്സാഹനത്തിനും സഹായിക്കുന്നു. അടുത്തത് മസ്റ്റാർഡ് അഥവാ സരസവ് കടുക് കൃഷി. കശ്മീരിലെ സരസവ് കൃഷിയും വളരെ പ്രചാരത്തിലുണ്ട്, പ്രത്യേകിച്ച് എണ്ണ ഉൽപ്പാദനത്തിന്. ഇനി പ്രകൃതി കൃഷികൾ നോക്കാം. രാസവളങ്ങൾ ഉപയോഗിക്കാതെ പശുവിൻ്റെ ചാണകവും പ്രകൃതിദത്ത വിഭവങ്ങളും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതാണ് ഇവിടുത്തെ പതിവ്. ഇത് കശ്മീരിൽ സുസ്ഥിര കൃഷിക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. കശ്മീരിലെ പഴവർഗ്ഗങ്ങൾ, എക്സോട്ടിക് പച്ചക്കറികൾ എന്നിവ നോക്കാം. കശ്മീർ ആപ്പിൾ, ചെറി, വാൾനട്ട് തുടങ്ങിയ പഴങ്ങൾക്കും കശ്മീർ പേരുകേട്ടതാണ്. മറ്റ് ഇന്ത്യൻ പ്രദേശങ്ങളിൽ ഓഫ് സീസണിൽ പച്ചക്കറി ഉൽപ്പാദനത്തിനും കശ്മീർ പ്രശസ്തമാണ്. 65% കശ്മീർ ജനത കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഫ്ലോറികൾച്ചർ, പിസ്കിക്കൾച്ചർ, ഫാം ടെക്നോളജി എന്നിവ കൃഷി ഉദ്യമികളെ പ്രോത്സാഹിപ്പിക്കുന്നു. കശ്മീരിലെ കൃഷി പരമ്പരാഗതവും ആധുനികവുമായ രീതികളുടെ സംയോജനമാണ്. ഇത് പ്രദേശത്തിൻ്റെ സാംസ്കാരികവും സാമ്പത്തികവുമായ വികസനത്തിന് കാരണമാകുന്നു.